സുഹൃത്തുക്കളെ, ആലപ്പുഴയിലെ ചൂണ്ടപ്രാന്തൻ്റെ ചൂണ്ടക്കടയുടെ മേക്ക് ഓവർ ഉദ്ഘാടന ചടങ്ങാണിത്. എല്ലാ ചൂണ്ടപ്രേമികൾക്കും ഇതിലേക്ക് സ്വാഗതമാണ്. ഇതിൽ ബന്ധപ്പെട്ട് എല്ലാ ചൂണ്ടപ്രാന്തന്മാർക്കും ഗിഫ്റ്റുകൾ പപ്പൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്കിപ്പ് ചെയ്യാതെ കണ്ടോ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഓക്കെ, എന്തായാലും നല്ല സൂപ്പറായിട്ട് തന്നെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ലോഗോ പ്രകാശനമുണ്ട്. 5 വർഷം ആകുന്നതിൻ്റെ കേക്ക് കെട്ടിയതിലുണ്ട്. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് കുറേയധികം ഗിഫ്റ്റുകൾ പുള്ളി ഫ്രീ ആയിട്ട് ചൂണ്ടപ്രാന്തന്മാർക്ക് തരാനായിട്ട് പുള്ളി ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക, നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് തീർച്ചയായിട്ടും അറിയാം. അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് തന്നെ. അപ്പോൾ പുള്ളിയുടെ ആദ്യകാലത്തെ ഇവിടുത്തെ രീതികളും കാര്യങ്ങളും പറയുവാണ്. ഭയങ്കരമായിട്ടുള്ള നോയ്സ് ഉള്ളതുകൊണ്ടാണ് ഞാനിത് കട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ വോളിയം കുറച്ചിടുന്നത്. പുള്ളിയുടെ ഓർമ്മകളും അതുപോലെ തന്നെ കിട്ടിയ ഫ്രണ്ട്സും എല്ലാവരെയും കുറിച്ച് പുള്ളി ഒന്ന് പറയുവാണ്. എല്ലാവരെയും വന്നവരെ എല്ലാവരെയും പുള്ളി ഇൻവൈറ്റ് ചെയ്യുവാണെന്നും കൂടെ. അപ്പോൾ ഒരു സംവിധായകനാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. കഴിഞ്ഞ ആദ്യത്തേത് അച്ഛനും അമ്മയുമാണ് ചെയ്തത്. ഈ പ്രാവശ്യം സംവിധായകനാണ്. ലോഗോ പ്രകാശനം ഒരു യൂട്യൂബറാണ്. എനിക്ക് കറക്റ്റ് പേര് ചോദിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് വിഷ്ണു ക്രൈസി എന്നാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ക്ലിയറായിട്ട് അറിയത്തില്ല. അപ്പോൾ പുള്ളിയുടെ ഓരോ സങ്കടങ്ങളും കാര്യങ്ങളും പുള്ളി ഇത്രയും ഇവിടം വരെ വന്നതിനെക്കുറിച്ചുള്ള എല്ലാം പറഞ്ഞ് എല്ലാവർക്കും നന്ദിയും പറഞ്ഞ് അപ്പോൾ ഉദ്ഘാടനം ആരംഭിക്കാൻ പോകണം. ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച സംവിധായകൻ. അപ്പോൾ പുള്ളി നാടകെട്ടിയത് ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. അങ്ങനെ നാടകെട്ടിയതെല്ലാം കഴിഞ്ഞ് എല്ലാം വിളിച്ച് മാക്സിമം പുള്ളിയുടെ ചൂണ്ടപ്രാന്തന്മാരായിട്ടുള്ള എല്ലാ ആൾക്കാരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. രാവിലെ 11 മണിക്കായിരുന്നു ഉദ്ഘാടനം. അപ്പോൾ ആദ്യമേ ഉമ്മയും വാപ്പയും തന്നെ കയറാൻ സംവിധായകൻ പറഞ്ഞു. അങ്ങനെ ഉമ്മയാണ് ആദ്യം കയറുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതികളാണ് കാണുന്നത്. മാക്സിമം എല്ലാ ആൾക്കാരും ഇവിടെ എത്തിച്ചേരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഷ്ടംപോലെ യൂട്യൂബേഴ്സ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഫിഷിങ് ബന്ധപ്പെട്ടിട്ടുള്ള യൂട്യൂബേഴ്സുമാരുണ്ട്. അപ്പോൾ അവരുടെ ചാനലിലും ഇതുപോലുള്ള വീഡിയോകൾ തീർച്ചയായിട്ടും വരും. പപ്പൻ അത്യാവശ്യം എല്ലാവരുമായിട്ട് ബോൾഡായിട്ട് നിൽക്കുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് അവരെല്ലാവരും അതുപോലെ തന്നെയാണ് പുള്ളിയും കാണുന്നത്. ഇത് നമ്മുടെ കൂട്ടുകാരൻ ഷിബുവാണ്. പുറകിൽ നിൽക്കുന്ന മനീഷ് ആണ്. അപ്പോൾ കുറച്ച് പേരെയൊക്കെ എനിക്കിതിനകത്ത് അറിയാം. കുറച്ചൊക്കെ മിസ്റ്റേക്കാണ്. അപ്പോൾ നമുക്കിനി ലോഗോ പ്രകാശനമുണ്ട്. 5 വർഷമായിട്ട് ഇരിക്കുന്നതിൻ്റെ കേക്ക് കട്ടിങ് ഉണ്ട്. അതായത് നല്ല രീതിയിൽ തന്നെ, അതായത് ആലപ്പുഴയിൽ ഇപ്പോൾ പറയാവുന്ന ഏറ്റവും നല്ലൊരു ചൂണ്ടക്കട എന്ന് പറയാം. അതിൽ ഫസ്റ്റ് തന്നെ ഒരു 5 എണ്ണം എടുത്താൽ അതിൽ ഫസ്റ്റ് തന്നെ ആയിരിക്കും പപ്പൻ്റെ ചൂണ്ടക്കട നിൽക്കുക എന്നുള്ളതിന് ഒരു മാറ്റമില്ല. എല്ലാ കമ്പനിയുടെ ഫ്രോഗ്സും അതുപോലെ തന്നെ ലൂറ്, അതുപോലെ തന്നെ നമ്മുടെ റീലുകൾ, ബൈക്കാസ്റ്റിംഗ് റീലുകൾ, എല്ലാ ഷ്രിമ്പ്, ഷാഡ്, എല്ലാ ഐറ്റം സാധനങ്ങളും പുള്ളി ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അതിന് പുള്ളി സമ്മതിച്ചണം. ഇത് മാത്രമല്ല, സ്റ്റോക്ക് ഇതിനും അധികം കൂടുതലാണ്. എല്ലാം പുറകിലാണ്. കാര്യം ഇത് ഞാൻ തുടക്കം മുതൽ അവസാനം വരെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ക്ലിയർ ആയിട്ടത് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റുന്നത്. ഏത് ഫീറ്റ് റോഡ് വേണമെങ്കിലും പുള്ളിയുടെ കയ്യിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് കടയിൽ ചെല്ലാം. പറ്റുമെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചെല്ലുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. നിങ്ങൾക്കതിൽ ഭാഗ്യപരീക്ഷണം ഉണ്ടാവും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസുകൾ വലുതാണ്. റീലുകളുണ്ട്, അതുപോലെ പോൾ റോഡുകളുണ്ട്, ഫ്രോഗുകളുണ്ട്. അപ്പോൾ ഇതിപ്പോൾ പുള്ളിയുടെ ലോഞ്ചിങ് ആണ്. അതായത് ലോഗോ ലോഞ്ചിങ് ആണ്. എനിക്കിഷ്ടപ്പെട്ട ഒരു ലോഗോയാണ്. ആ കളർ പാറ്റേൺ തന്നെ നല്ല രസമാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നൈറ്റിൽ വർക്കിംഗ് നടക്കുന്ന സമയത്ത് എടുത്തിട്ടുള്ള വിഷ്വലും കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഓരോ കമൻറ്റുകളും അതുപോലെ ലൈക്കുകളും എല്ലാം വേണ്ടതാണ്. നിങ്ങളെല്ലാവരും കാണുക. എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാനായിട്ടുള്ള ഇതില്ല. കാര്യം നമ്മൾ മീൻപിടുത്തം ബന്ധപ്പെട്ടാണെങ്കിൽ കുറച്ചുകൂടെ സംസാരിക്കാനായിട്ട് കണ്ടേനെ. ഞാൻ കാണുന്ന പോലെ പപ്പൻ തന്നെയായിട്ടാണ് ഇത്രയും കാലം നിന്നിട്ടുള്ളത്. അപ്പോൾ ലോഗോ പ്രകാശനം കഴിഞ്ഞു. ഏറ്റവും നല്ലൊരു ലോഗോ തന്നെയാണ് പപ്പൻ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അതിവിടെ പറയേണ്ടത് തന്നെയാണ്. നല്ലൊരു കളർ കോഡാണ് അതിൽ തന്നെ ഉള്ളത്. ഒരു ബ്ലൂയും ഫ്ലൂറസെൻ്റ് പച്ചയൊക്കെ ആയിട്ടൊരു മിക്സ് ചെയ്തിട്ടൊരു കളറാണ്. എനിക്ക് കളർ കറക്റ്റായിട്ട് ഇതാണ്. 5 വർഷമായിട്ട് കറക്റ്റ് ആ ഡേറ്റിൽ തന്നെ അടുത്ത ഉദ്ഘാടനം ഡെവലപ്മെൻറ്റ് ചെയ്തിട്ട് പുള്ളി അത് നടത്തി. അത് പുള്ളിയുടെ ഒരു നല്ലൊരു ക്വാളിറ്റിയാണ്. കാര്യം പുള്ളി അത്രയും ക്രേസ് ഇതിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അവിടെ ഒരു ബോക്സ് ഇരിക്കുന്നതാണ്. നമ്മുടെ ഫ്രീ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ സെയിൽ ചെയ്തിട്ട് അവരുടെ കൂപ്പൺ എഴുതി ടോക്കൺ ഇട്ട് കുലുക്കി ഓരോ ദിവസവും പ്രൈസുകളുണ്ടാവും. വരുന്ന ഒരാഴ്ചയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഡീറ്റെയിൽ.
ഇനി ഇതിൻ്റെ ഒരു മേക്ക് ഓവറിൻ്റെ ചെറിയൊരു വീഡിയോ നമ്മളിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അച്ഛനും അമ്മയും ഉദ്ഘാടനം ചെയ്തത് അച്ഛനും അമ്മയും കൊണ്ട് തന്നെ കേക്ക് മുറിക്കുവാണ് 5 വർഷം കഴിഞ്ഞിട്ട്. പപ്പൻ്റെ അച്ഛനും അമ്മയുമാണ്. പപ്പന് രണ്ട് പേരാണ്, ഒരു ചേട്ടനാണ് പപ്പൻ, അനിയനും കൂടെ ഉണ്ട്. അവരുടെ ഫാമിലീസ് കാര്യങ്ങളെല്ലാവരും വന്നിട്ടുണ്ട് ഇവിടെ. അതുപോലെ തന്നെ പുള്ളിയുടെ ചൂണ്ടപ്രാന്തായിട്ടുള്ള എല്ലാ കൂട്ടുകാരും, അതായത് എറണാകുളത്തുനിന്നും കൊല്ലത്തുനിന്നൊക്കെ എല്ലാവരും എത്തിയിട്ടുണ്ട്. എനിക്ക് ആരെയും കറക്റ്റായിട്ടുള്ള പരിചയം ഇല്ലാത്തതുകൊണ്ടാണ്, പേരുകൾ കറക്റ്റായിട്ട് അറിയാൻ പാടില്ലാത്തതുകൊണ്ട്. പിന്നെ ഈ വോയിസ് ഒറ്റ ഇതിലാണ് നമ്മൾ എഡിറ്റ് ചെയ്ത് പോകുന്നത്. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, ഈ കട നിറച്ച ആളുകളാണ്, അതുപോലെ തന്നെ സാധനങ്ങളാണ്. ഇനിയാണ് നമ്മൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ഇത് കാണുന്നത് വെച്ചാൽ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മളെടുത്തൊരു വീഡിയോ ആണ്. നമ്മളിപ്പോൾ രാത്രി മുതലേ നമ്മളവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് ഓരോന്നും ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ബൈക്കാസ് റീലായാലും അതെ സാധാ റീലായാലും ഏത് പർപ്പസിന് പറ്റിയ റീലും പപ്പൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതൊരു പ്രൊമോട്ടിങ് വീഡിയോ അല്ല, നമ്മൾ കണ്ട കാഴ്ചകൾ നിങ്ങൾക്കായിട്ട് ഉപകാരപ്പെടുത്തി തരുവാണ്, അല്ലാതെ ഇതൊന്നും ഒരു പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. ഓക്കെ, നമുക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് നമ്മൾ ചെയ്തിടുവാണ്. കാര്യം വെച്ചാൽ ഈ ആലപ്പുഴയിൽ ഇതുപോലൊരു ചൂണ്ടക്കട ഞാൻ വേറെ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് ഇനിയും വരും. അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് സപ്പോർട്ട് വേണം. ഇത് പ്രീമിയം കാറ്റഗറിയിലുള്ള റീലുകളാണ് ഈ വെച്ചിരിക്കുന്നത്. ഈ റെഡ് കളറിൽ കാണുന്നത് മെമ്മറീസാണ്, അതായത് ഇവിടുന്ന് കൊണ്ടുപോയ ലൂറോ കാര്യങ്ങളോ വെച്ച് കിട്ടിയിട്ടുള്ള മീനിൻ്റെ ഏറ്റവും വലിയ മീനായാലും ഏതായാലും അവിടെ ഫോട്ടോ ടാഗ് ചെയ്യാം. ഇവിടെ കടയിൽ കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ജെനുവിനായിട്ട് തന്നെയാണോ നടന്നിട്ടുള്ളതെന്ന് തിരക്കിയിട്ട് ആ ഫോട്ടോ അവിടെ ഡിസ്പ്ലേയിൽ വെക്കുന്നതായിരിക്കും. ആരുടെ ഫോട്ടോ ആയാലും ഏത് വ്യക്തികളുടെ ആയാലും അതവിടെ ടാഗ് ചെയ്യുന്നതായിരിക്കും. എല്ലാ തരം റീലും ഉണ്ട് കേട്ടോ. കുറഞ്ഞത് 1,00,000 രൂപയുടെ അടുത്ത് മുതൽ 1000 രൂപയുടെ വരെ റീലുകളുണ്ട്. ഇതാണ് ആദ്യത്തെ നൈറ്റിലെ ഒരു വിഷ്വൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് വീഡിയോ. ഇത് രാത്രി 12 മണിക്ക് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇത് കഴിഞ്ഞിട്ട് ഒരു 3 മണിയോടെയാണ് ഞങ്ങളെല്ലാ സാധനവും കയറ്റുന്നത്. ഭയങ്കര ടെൻഷനിലായിരുന്നു, പക്ഷേ എല്ലാം ഭംഗിയായിട്ട് തന്നെ നടന്നു, ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. അപ്പോൾ ഇതാണ് എല്ലാ കമ്പനികളുടെയും ലോഗോ തന്നെ ഉൾപ്പെടുത്തി അവരുടെ ബ്രാൻഡുകൾ നെയിമുകളെല്ലാം പപ്പനത് ക്രിയേറ്റ് ചെയ്ത് ഇവിടെ എത്തിച്ചിട്ടുണ്ട്, സ്റ്റിക്കേഴ്സ് ചെയ്ത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോ ആയിട്ട് ഇനിയും കാണാം, ഇനിയും വരുന്നതായിരിക്കും. എനിക്ക് പറ്റുന്നതെല്ലാം നിങ്ങൾക്ക് അതിലേക്ക് എത്തിക്കാനാണ്. എനിക്ക് ഇപ്പോഴും പറയാനുള്ള ഈ ലോഗോ ഒരു രക്ഷയില്ലാത്ത ലോഗോയാണ്. നിങ്ങൾ ഡയറക്റ്റ് ഒന്ന് കണ്ടാലത് മനസ്സിലാകത്തുള്ളൂ. ഒരു പ്രത്യേക കളർ പാറ്റേണിലാണ് പുള്ളി ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിൽ 2 പേരുടെ കാര്യം കൂടെ എടുത്ത് പറയേണ്ടതാണ്. അത് നമ്മുടെ ആദിത്യനും ഉണ്ണിയുമാണ് അവിടുത്തെ അതായത് സെയിലിംഗ് സ്റ്റാഫുകളാണ്. അവന്മാരുടെ ഭയങ്കരമായിട്ടുള്ള എഫക്റ്റ് ഇതിലിട്ടിട്ടുണ്ട്. 3 ദിവസമായിട്ടുള്ള നൈറ്റിൽ നിന്നുള്ള കഷ്ടപ്പാടുകളും കാര്യങ്ങളും എല്ലാമാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെല്ലുക, നിങ്ങൾക്ക് ചെന്ന് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള പർച്ചേസിങ് നടത്തുക, അതിൽ നിങ്ങൾ പ്രൈസ് മേടിക്കുക എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വേണ്ടിയിട്ട് ഇനിയും വരും, തീർച്ചയായിട്ടും എത്തും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കൂടെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇത് നൈറ്റിൽ സെറ്റ് ചെയ്യുന്ന സമയത്ത് എടുത്തിട്ടുള്ള വീഡിയോ ആണ്. പപ്പൻ്റെ ഈ സ്വപ്നം സാക്ഷാത്കരിച്ചിട്ട് ഒന്ന് കിടന്ന് ഉറങ്ങുന്ന ഒരു സീനാണ്. അത് പുള്ളി സമാധാനമായിട്ട് തറയിൽ കിടക്കുന്നതായിട്ടുള്ള വിഷ്വലുണ്ട്. അത് പുള്ളി അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് കേട്ടോ. അത് നമ്മളിതിൽ എപ്പോഴും എടുത്തു പറയുന്നത്. ഒന്ന് ഉറങ്ങിയിട്ട് പോലുമില്ല പുള്ളി. നേരത്തെ കണ്ണടച്ച് കിടക്കണം. പുള്ളിക്ക് തീരെ കൈയൊക്കെ ഇടറി ഒക്കെ ഉള്ള സീനൊക്കെ ഉണ്ടായിരുന്നു. ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.